അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. രണ്ടാം ക്ലാസ്സിലെ ലിസാനുൽ ഖുർആനിൻ്റെ പാദവാർഷിക പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. 1. നക്തുബുൽ അസ്മാഅ കമാഫിൽ മിസാലി. ഉദാഹരണത്തിലുള്ളതുപോലെ നമുക്ക് പേരുകൾ എഴുതാം. ഉദാഹരണം നോക്കാം. ഹാദാ ദീക്കുൻ, ഇത് പൂവൻ കോഴിയാണ്. അതിൻ്റെ നേരെ താഴെ പിടക്കോഴിയുണ്ട്. അപ്പോൾ ഇത് പിടക്കോഴിയാണ് എന്ന് എഴുതണം. ഹാദിഹി എന്നവിടെ എഴുതി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പിടക്കോഴിക്ക് എന്താ അറബി പറയാം? ദജാജത്തുൻ. ഹാദിഹി ദജാജത്തുൻ. അപ്പോൾ ദീക്കുൻ്റെ നേരെ താഴെയായിട്ട് ദജാജത്തുൻ എന്ന് എഴുതി കൊടുക്കുക. അടുത്തത് ബൈത്താണ്, വീട്. ഹാദ എന്നവിടെ ഉണ്ട്. ഹാദാ ബൈത്തുൻ. അപ്പോൾ ബൈത്തുൻ എന്നുള്ളത് എഴുതി കൊടുക്കുക. അന, പിന്നെ പൈനാപ്പിളാണ്. അനാനാസുൻ. അപ്പോൾ അന അനാനാസുൻ എന്ന് എഴുതി കൊടുക്കുക. നസുലു ബിൽ മുനാസിബി കമാഫിൽ മിസാലി. ഉദാഹരണത്തിൽ പറഞ്ഞതുപോലെ നമുക്ക് യോജിച്ചത് ചേർക്കാം. ഉദാഹരണം ഹാദാ ബാബുൻ, ഇത് വാതിലാണ്. ഹാദാ ബാബുൻ, ഇത് വാതിലാണ്, അങ്ങനെ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ രണ്ടാമത് ഷജറത്തുൻ എന്നാണ്. അപ്പോൾ ഹാദ എന്ന ഉപയോഗിക്കുക, ഹാദിഹി എന്ന ഉപയോഗിക്കുക. ഷജറത്തുൻ എന്നുള്ളത് അവസാനം താ ഉണ്ട്. അപ്പോൾ ഹാദിഹി ഷജറത്തുൻ, ഇത് മരമാണ്. അടുത്ത സയ്യാറത്തുൻ, കാറ്. അതിൽ അവസാനം താ ഉണ്ട്. അപ്പോൾ ഹാദിഹി എന്ന ഉപയോഗിക്കുക. ഹാദിഹി സയ്യാറത്തുൻ, ഇത് കാറാണ്. മൂന്നാമത്തേത് കുർസിയുൻ, കസേര. അതിൽ താ ഇല്ല. അപ്പോൾ ഹാദ എന്ന ഉപയോഗിക്കുക. ഹാദ കുർസിയുൻ, ഇത് കസേരയാണ്. അടുത്തത് നക്തുബു, നമുക്ക് എഴുതാം. കമാഫിൽ മിസാലി. ഉദാഹരണത്തിൽ പറഞ്ഞതുപോലെ നമുക്ക് എഴുതാം. ഉദാഹരണം എന്താണ്? അൻത ഇബിനുൻ, നീ മകനാണ്. അൻത ഇബിനുൻ, നീ മകനാണ്. അപ്പോൾ അടുത്തത് ബിൻതുൻ എന്നുണ്ട്. ബിൻതു എന്നുള്ളത് മകൾ എന്ന അർത്ഥം. അപ്പോൾ അൻത എന്നാണോ അൻതി എന്നാണോ ഉപയോഗിക്കുക? അൻതി ആയിരിക്കും. മകൾ പെണ്ണാണല്ലോ. അപ്പോൾ അൻതി ബിൻതുൻ, നീ മകളാണ്. അടുത്തത് ഉസ്താദാണ്. ഉസ്താദിന് അൻത എന്നാണ് ഉപയോഗിക്കുക, അൻതി എന്നാണ് ഉപയോഗിക്കുക? അൻത, കാരണം ഉസ്താദ് ആണാണ്. അപ്പോൾ അൻത ഉസ്താദുൻ, താങ്കൾ ഉസ്താദാണ്. അടുത്തത് നുക്കമ്മിൽ ബിൽ മുനാസിബി. യോജിച്ചത് കൊണ്ട് നമുക്ക് ചേർക്കാം, നമുക്ക് ചേർത്ത് കൊടുക്കാം. ഫദക്കിർ ഇന്നമാ, ഖുർആൻ ആയത്താണ്. ഫദക്കിർ ഇന്നമാ അൻത മുദക്കിർ, അൻത എന്നാണ് ചേർത്ത് കൊടുക്കേണ്ടത്. അടുത്തത് വ അന മിനൽ മുസ്ലിമീൻ, വ അന എന്ന് ചേർത്ത് കൊടുക്കണം. വ അന മിനൽ മുസ്ലിമീൻ. അടുത്തത് ഇന്ന ഹാദിഹി തദ്കിറ, ഇന്ന ഹാദിഹി തദ്കിറ. അപ്പോൾ ഹാദിഹി എന്ന് ചേർത്ത് കൊടുക്കണം. ഫൽയഅ്ബുദു റബ്ബ ഹാദൽ ബൈത്തി. അപ്പോൾ ഹാദ എന്ന് ചേർത്ത് കൊടുക്കണം. ഖുർആൻ ആയത്തുകളൊക്കെ പരീക്ഷയ്ക്ക് ചോദിക്കും. അത് മുഴുവനായിട്ട് പഠിക്കുക. അതിൽ പൂരിപ്പിക്കാനുണ്ടാവുക ഹാദ, ഹാദിഹി, അൻത, അൻതി എന്നുള്ളതായിരിക്കും പാദവാർഷിക പരീക്ഷയ്ക്ക് പൂരിപ്പിക്കാനുണ്ടാവുക. അപ്പോൾ അങ്ങനത്തെ വാക്കുകളൊക്കെ പഠിക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.